നിങ്ങളൊരു മന്തി ലവർ അല്ലേ? ട്രിവാൻഡ്രത്ത് 15ൽ പരം വെറൈറ്റി മന്തിയുള്ള ഒരു സ്പോട്ട് ഉണ്ട്, പരിചയപ്പെടുത്തരട്ടെ. ഫയറി ബോക്സ്. മന്തി മാത്രമല്ല, ഇഫ ചിക്കനും ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് ഇഫ ചിക്കൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ സിഗ്നേച്ചർ പ്ലാറ്റർ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഫ ചിക്കൻ ഉണ്ട്, പിന്നെ ഇത് ബീഫ് റിബ് ആണ് കേട്ടോ, കിങ്സ്റ്റൺ ബീഫ് റിബ, ബൊംബൈ ചിക്കൻ, പിന്നെ ഇത് കിങ്സ്റ്റൺ ക്രീമി ചിക്കൻ. അപ്പോൾ ഈ 4 സംഭവമാണ് ഈ പ്ലാറ്ററിൽ വരുന്നത്. പിന്നെ മയോണൈസും തക്കാളി ചട്നിയും ഉണ്ട് കേട്ടോ. ഇത് ഇവരുടെ കിങ്സ്റ്റൺ ക്രീമി ചിക്കൻ ആണ്. ഇതാണ് ഇവരുടെ ബൊംബൈ ചിക്കൻ. സ്പൈസി ലവേഴ്സിനൊക്കെ ഇത് ഇഷ്ടമാവും കേട്ടോ. ദുബായിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹൈ പ്രോട്ടീൻ മീലാണ് കേട്ടോ ഇത്, ഇഫ ചിക്കൻ. ഈ കൂട്ടത്തിൽ ഇതെന്താണെന്നറിയോ, ഞാൻ ലാസ്റ്റ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. റിബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കിങ്സ്റ്റൺ ബീഫ് റിബ് ആണ്. തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പൊളിഞ്ഞു വരിക. അപ്പോൾ ഇവരുടെ സിഗ്നേച്ചർ പ്ലാറ്ററിനകത്ത് ഈ 4 സംഭവങ്ങളാണ് കേട്ടോ വരുന്നത്. ഇത് ഇവരുടെ തക്കാളി ചട്നിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മന്തി റൈസിൻ്റെ കൂടെ മയനൈസ് വെച്ച് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. മയനൈസ് എൻ്റെ വീക്ക്നെസ്സാണ് ശരിക്കും. പണ്ട് എനിക്കത് ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഒരു 3 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാനിത് കഴിച്ചു തുടങ്ങിയിട്ട്. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത് ആ ബീഫ് റിബ്, അതുകൊണ്ട് ഞാൻ അത് തന്നെ കഴിക്കാൻ പോവാം. ഇതും ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ്, ഹണി ചില്ലി അൽഫാം. ഒരു മസ്റ്റാർഡ് യെല്ലോ കളറൊക്കെ കൊള്ളാം. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് കൂടാനായിട്ട് കടുക് താളിച്ചിടത്തില്ലേ, എനിക്ക് അതിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്നുണ്ട്. ഇതിനകത്ത് കറിവേപ്പിലൊക്കെ കിടപ്പുണ്ട്. കൊള്ളാം കേട്ടോ. നല്ല നമ്മുടെ എന്താ പറയാ, ഒരു നാടൻ രുചിയുണ്ട് ഇതിന്. ഞാൻ മുമ്പ് പാൽ പൊറോട്ട ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേ ആ മിൽക്ക് ഇങ്ങനെ ഒരു പൊറോട്ടയുടെ സൈഡിൽ കിടക്കുന്ന കണക്ക് ഇങ്ങനെ സെപ്പറേറ്റ് നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി എടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെയല്ല, നല്ല ക്രീമി ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ സെറ്റായി പക്കയായിട്ടുണ്ട്. മേ ബി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആകാൻ പോകുന്ന സാധനം. കാരണം എന്താ അറിയോ, എനിക്ക് പാൽക്കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് പാൽക്കപ്പ ട്രൈ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്നറിയാം, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടാണ്. ഇത് ചിക്കൻ പാൽക്കപ്പയാണ് കേട്ടോ. ഇവിടെ ബീഫ് പാൽക്കപ്പയുണ്ട്, പിന്നെ പാതിര പാൽക്കപ്പ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. ചിക്കൻ വേണം. കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവറാണ് കേട്ടോ എടുത്ത് നിൽക്കുന്നത്. ഇത് ഇവരുടെ ബ്ലൂ ഓഷൻ മൊഹീറ്റോ ആണ്. ഇത് സ്ട്രോബെറി മൊഹീറ്റോ ആണ്. ഇത് ഗ്രീൻ ആപ്പിൾ വാട്ടർമെലൺ ആണ്. ഇത് പാഷൻ ഫ്രൂട്ട് ആട്ടോ. ഇത് ബ്ലാക്ക് കറന്റ് ആണ്. പാഷൻ ഫ്രൂട്ട് അവിടെ, പാഷൻ ഫ്രൂട്ട് എനിക്ക് പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ ഇഷ്ടമായേ.